ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പലർക്കും ഈ ചെടി കായും എന്താണെന്ന് അറിയാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. ഇതിൻ്റെ പേരാണ് കൂനൻ പാല, കുരുട്ടുപാല, കുണ്ടളപ്പാല, പാല എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പൂവിൻ്റെ നിറം വെള്ളയാണ്. കായ്ച്ചു കഴിഞ്ഞാൽ പച്ച കളറാണ് കായ്ക്ക്, പഴുത്ത് കഴിഞ്ഞാൽ മഞ്ഞ കളറ്. ഇതിൻ്റെ കാ പൊട്ടിച്ചു കഴിഞ്ഞാൽ വെള്ള കളറാണ്. അപ്പം പണ്ട് കാലത്ത് നമ്മൾ ഇതിൻ്റെ കറയെടുത്ത് പശയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പഴയ ടേപ്പ് റെക്കോർഡറിൻ്റെ ഫിലിമൊക്കെ, അതിൻ്റെ കാസറ്റിൻ്റെ ഫിലിമൊക്കെ ഒട്ടിക്കാൻ ഈ അതിൻ്റെ കറയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ പട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ഒട്ടിക്കാനായിട്ട് ഇതിൻ്റെ കറയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ കമ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് വരുന്നതെല്ലാം വി ഷേപ്പിലാണ് ഇതിൻ്റെ. അപ്പോൾ ഈ തെറ്റാടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് റബ്ബർ ബാൻഡ് കൊണ്ടുവന്ന് തെറ്റാടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ കമ്പാണ് ഉപയോഗിച്ചിരുന്നത്. സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഈ ചെടി കണ്ടുവരാറുണ്ട്. അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. 8 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഈ മരം പശ്ചിമഘട്ട സ്വദേശിയാണ്. തണ്ട് പൊട്ടിച്ചാലും ഇല പൊട്ടിച്ചാലും കാ പൊട്ടിച്ചാലും വെള്ള നിറത്തോടു കൂടിയ കറയാണ് ഇതിനുള്ളത്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള സമയങ്ങളിലാണ് ഇത് പുഷ്പിക്കാറുള്ളത്. കേരളത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ നന്നായിട്ട് വളരുന്ന ഒരു സസ്യമാണിത്. നാട്ടുമ്പുറങ്ങളിലും സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കായ്ക്ക് പാലയ്ക്ക എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ. ഇതിൻ്റെ കായ്ക്ക് വിഷാംശം കൂടുതലാണ്. ഇത് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ അപകടം കൂടുതലുണ്ടാകുന്ന ഒരു കായാണിത്. ഒരു ഞെട്ടിൽ 2 എണ്ണം വീതമുള്ള നടുഭാഗം വളഞ്ഞ ആകൃതിയുള്ള ചുവന്ന നിറത്തിലുള്ള കായകൾ കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന ഒന്നാണ്. സംസ്കൃതത്തിൽ ഇതിൻ്റെ വെള്ള നിറത്തിലുള്ള കറയ്ക്ക് ക്ഷീരിണ എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് അധികമാരും ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിൽ മുള്ള് തറയ്ക്കാറുണ്ട്. അപ്പം ഈ പാലക്കറയാണ് സാധാരണ ഈ മുള്ള് നമുക്ക് പുറത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കറ എടുത്ത് ഈ മുള്ള് കൊണ്ട ഭാഗത്ത് വച്ച് കഴിഞ്ഞാൽ ഇത് താനെ മുള്ള് പൊങ്ങി വരും എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കനമുള്ള തണ്ട് ഭാഗം പണ്ട് പമ്പര ഉപയോഗിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഉണങ്ങിയ പാലമരങ്ങൾ പുഴുതെടുത്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് കരകൗശല വസ്തുക്കളായി വയ്ക്കാനും അനുയോജ്യമായൊരു തടിയാണ് ഈ പാലമരത്തിൻ്റേത്. ഈ പാലമരത്തിൻ്റെ പൂവ്, ഇതിൻ്റെ തൊലി എന്നിവ ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ നന്ദ്യാർവട്ടം, കോളാമ്പി, അരളി എന്നിവയും ഈ അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ടവയാണ്. പ്രാദേശികമായിട്ട് കുരുട്ടുപാല, കൂനംപാല, കമ്പിപ്പാല, പിന്നെ കവരപ്പാല, കുണ്ടലപ്പാല എന്നീ പേരുകൾ ഓരോ പ്രദേശത്തിൻ്റെ രീതിക്കനുസരിച്ച് പറയാറുണ്ട്. ഇതൊരു ഇല പൊഴിക്കുന്ന സസ്യമാണ്. ഇതിൻ്റെ ഇലകൾ മുഖാമുഖമായിട്ടാണ് വളരുന്നത്. 7 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നൊരു സസ്യമാണിത്. ഇതിൻ്റെ തടിക്ക് വളരെ ബലക്കുറവാണ്. അധികം ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു തടിയാണിത്. ഇത് പഴുത്ത് നല്ല മുറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ കായ പൊട്ടും. ഇതിനെ ഒരു കായ തന്നെ ഇങ്ങനെ നമ്മൾ പിച്ചാത്തിയിട്ട് മുറിച്ചതുപോലെ 2ആയിട്ട് വെടിച്ച് കീറി അതിനകത്തുനിന്ന് വിത്ത് ഇങ്ങനെ പെടണം. അതും ഒരു നല്ല കൗതുകമുള്ള കാഴ്ചയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു കായാണത്. പക്ഷേ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല കറയാണ്. നമ്മൾ റബ്ബർ വെട്ടിയാൽ പോലും ഇത്രയും കറ വരത്തില്ല. ആ രീതിയിലാണ് അതിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ കവരം കൊണ്ട് തെറ്റാടി ഉണ്ടാക്കി കളിച്ചിട്ടുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഇതിൻ്റെ കറ കൊണ്ട് പട്ടം ഉണ്ടാക്കിയിട്ടുള്ളവർ കാണും, കേസറ്റ് ഒട്ടിച്ചിട്ടുള്ളവർ കാണും, പിന്നെ കാലിൽ മുള്ളെടുത്തവർ കാണും. ഈ വീഡിയോ കാണുന്നവർ ഓർമ്മയിൽ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.